ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ മിർച്ച് എന്ന ഒരു ഹോളിവുഡ് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മളുടെ ഹീറോയെ കാണിക്കുന്നു. അവന്റെ പേര് മാനവ് എന്നാണ്. അവൻ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം 2 വർഷമായിട്ട് അതിന് ഒരു പ്രൊഡ്യൂസറെ തേടി നടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പ്രൊഡ്യൂസറെ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവനിപ്പോൾ ഒരു ബാറിലിരിക്കുന്ന സമയത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നു. അവളുടെ പേര് രുചി എന്നാണ്. അവൾ അവിടേക്ക് വന്നിട്ട് അവന്റെ അടുത്ത് പറയുന്നു, നീ ഇത്ര നിരാശപ്പെടേണ്ട കാര്യം എന്താണ്? നിന്റെ കഥ ഇപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ? നീ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2 വർഷമായിട്ട് ഒരേ കഥ തന്നെയല്ലേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് മാറ്റി വെച്ചിട്ട് പുതിയൊരു കഥ എഴുതിയിട്ട് അത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്ക്. അപ്പോൾ ഹീറോ പറയുന്നു, ഇല്ല, ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് സിനിമയായിട്ട് വരികയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവൾ പറയുന്നു, ഞാൻ നിതിനുമായിട്ട് ഇടപഴകുന്നത് നിനക്കത്ര ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ? നിതിൻ പ്രൊഡ്യൂസ് ചെയ്ത 2 സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അതൊക്കെ നല്ല രീതിയിൽ വിജയമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവൻ എന്നെ ഒരു ലക്കി ചാമെന്ന് വിചാരിച്ചാണ് അവന്റെ കൂടെ നിർത്തിയിരിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല, ഒരു മാരേജ് കഴിഞ്ഞ പയ്യനെ നോക്കുന്ന അത്രയും മോശമായിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. അത് നമ്മളുടെ ഹീറോയുടെ വീട്ടുകാർ വിളിച്ചതാണ്. എന്നിട്ട് അവന്റെ അടുത്ത് പറയുന്നു, നീ 2 വർഷമായില്ലേ വീട്ടിലേക്ക് പോയിട്ട്? ഇതുവരെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്ത് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് നാട്ടിലോട്ട് വന്നിട്ട് ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്ക്. അങ്ങനെ പറയുന്ന സമയത്ത് ഹീറോ പറയുന്നു, 1 വർഷത്തിനുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പൊസിഷനിലോട്ട് ഞാൻ എത്തും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവള് ചോദിക്കുന്നു, അപ്പൊ നിനക്ക് വീട്ടിൽ നിന്നും യാതൊരു സപ്പോർട്ടും ഇല്ലേന്ന്? അപ്പോൾ ഹീറോ പറയുന്നു, ഞാൻ ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചല്ല ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. നിന്റെ അടുത്ത് ഞാൻ ഇതുവരെ എന്തെങ്കിലും സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഹീറോയിൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിതിന്റെ അടുത്ത് ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നീ നിതിന്റെ അടുത്ത് വന്നൊന്ന് കഥ പറഞ്ഞു നോക്ക്. എന്നാൽ ഹീറോ ആണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം റൂമിൽ ചെന്നിട്ട് ഹീറോ ഇങ്ങനെ ചിന്തിച്ചു നോക്കുന്ന സമയത്താണ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു. ആരും ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നിതിന്റെ അടുത്തും കൂടി പോയിട്ട് എന്തായാലും ഒന്ന് കഥ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് രുചിയെ വിളിച്ചിട്ട് നിതിന്റെ അടുത്ത് കഥ പറയാം, അപ്പോയിന്റ്മെന്റ് സെറ്റ് ചെയ്യാൻ പറയുന്നു. നിതിനാണെങ്കിൽ ഒരുപാട് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഹീറോയും രുചിയും കൂടിയിട്ട് നിതിനെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നിതിന്റെ അടുത്ത് ചെന്നിട്ട് ഹീറോ കഥ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഒരുപാട് സമയമെടുത്ത് വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് ഹീറോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഹീറോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത്രയും ടൈം എടുത്തിട്ട് ഹീറോ എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഹീറോ ആ കഥ ഷെയർ ചെയ്യുന്നു. കഥ മുഴുവൻ കേട്ടതിന് ശേഷം നിതിൻ പറയുന്നു, കഥ വളരെ നന്നായിട്ടുണ്ട്. ഈ കഥ നമ്മൾ സിനിമയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഓടും. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഥ വളരെ ഡാർക്കാണ്. കാരണം ഈ ഒരു കാലത്തെ ആളുകൾ ഈ ഒരു കഥ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഇതിനകത്താണെങ്കിൽ ഒരു റൊമാൻസോ അഡൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ശരിക്കും ഇപ്പോഴത്തെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ പറയുന്ന സമയത്ത് ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് ഹീറോ ആളുടെ അടുത്ത് എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് വാഷ്റൂമിലോട്ട് പോയിട്ട് അവന്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നു. ഇത്രയും നല്ലൊരു കഥ പറഞ്ഞിട്ട് ഇവരാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഹീറോ ദേഷ്യപ്പെട്ടിട്ട് ഹീറോ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിതിന്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ അഡൾട്ട് ഉള്ള മൂവിയാണോ എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കഥ ഞാൻ പറയാം. അപ്പോൾ നിതിൻ പറയുന്നു, അഡൾട്ട് കണ്ടന്റ് ഉണ്ടാവണം, പക്ഷെ ഓവർ വൾഗർ ആവാൻ പാടില്ല. അപ്പോൾ ഹീറോ ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കഥ പറയാൻ തുടങ്ങുന്നു. ഒരു സാധാരണ ഗ്രാമം. അവിടെ ഒരു കാർപ്പന്റർ ആയിട്ടുള്ള ഒരു വ്യക്തി താമസിക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേര് കാശി. അവനൊരു ഭാര്യയുണ്ട്. കാശിയുടെ ഭാര്യയാണെങ്കിൽ വളരെ സൗന്ദര്യമുള്ള സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയാണ്. ആ നാട്ടിലെ ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണ് വേറെയില്ല. കാശി ശരിക്കും ഭാഗ്യം ചെയ്തവനാണെന്നാണ് അവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. കാശി അങ്ങനെ ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് അവന്റെ ഭാര്യ വളരെ സ്നേഹത്തോടു കൂടി തന്നെ അവനെ ജോലിക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവനും അവന്റെ ഫ്രണ്ടും കൂടിയിട്ട് കാർപ്പന്റർ ബോക്സ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ജോലിക്ക് വേണ്ടി നടന്നു പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഫ്രണ്ട് പറയുന്നു, നിന്റെ ഭാര്യ ശരിക്കും നിന്നെ വെറും പൊട്ടനാക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവര് വർക്കിനൊക്കെ പോയി വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാശിയാണെങ്കിൽ അവന് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തിട്ട്, ഇതാ എന്റെ ഭാര്യ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിനും കുറച്ച് കറിയൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട് പറയുന്നു, നിന്റെ ഭാര്യ അതിനെ കുക്ക് ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല. നീ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടേക്ക് മറ്റാരോ വരുന്നുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്നുള്ള കാര്യം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കാശിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ രാവിലെ അവള് നിന്നെ പൊട്ടനാക്കുകയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇവൻ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നു, ഞാൻ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട് പറയുന്നു, നീ എന്താ പൊട്ടനാണോ? നീ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവള് സത്യം പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവനിപ്പോൾ നേരെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അവൾ അവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾ അത്തരത്തിലുള്ള പെണ്ണൊന്നും ആയിരിക്കില്ല എന്ന് അവന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും അവന്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ഇച്ചിരി ദേഷ്യത്തിൽ തന്നെ പോയി കിടക്കുന്നു. അപ്പോൾ കാശിയുടെ ഭാര്യ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ റൊമാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശിയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവൻ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയാണെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ അവന്റെ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത ദിവസം കാശി നേരെ കോവിലിൽ ചെന്നിട്ട് അവിടെ ദൈവത്തിന്റെ അടുത്ത്, എന്റെ ഭാര്യ എല്ലാവരും മോശമായിട്ടാണ് പറയുന്നത്, എനിക്കാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവൻ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല, ഞാൻ പുറനാട്ടിൽ പോയിട്ട് ജോലി നോക്കാൻ പോവുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അവൾ അവന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നു. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് ഇവിടെ താമസിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അവള് അവനോട് പിണങ്ങിപ്പോയി കിടക്കുന്നു.
അപ്പോൾ അവൻ മാക്സിമം അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് നിനക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ പുറത്തു പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. ആ പൈസ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വീട് ഉണ്ടാക്കാം. നിനക്ക് ഒരുപാട് ജ്വല്ലേഴ്സ് ഒക്കെ മേടിച്ചു തരാം. അപ്പോൾ അവള് പറയുന്നു, നാളെ ഞാനൊന്ന് ജോൽസിനെ പോയി കാണട്ടെ, എന്നിട്ട് നല്ലൊരു ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി. പക്ഷേ അടുത്ത ദിവസം രാവിലെ തന്നെ കാശി റെഡിയായിട്ട് അവൻ പുറംനാട്ടിലെ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. എന്നിട്ട് കാശി പോകുന്ന സമയത്ത് ഭാര്യ എന്നത്തെയും പോലെ തന്നെ അവനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞയക്കുന്നു. പക്ഷെ കാശി ശരിക്കും ജോലിക്ക് പോയതായിരുന്നില്ല. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ പോയിട്ട് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. അവിടെ നിന്നിട്ട് അവൻ പോയതിനു ശേഷം വീട്ടിലോട്ട് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്ന് അവൻ നോക്കുകയാണ്. ആ സമയത്ത് കാശിയുടെ ഫ്രണ്ട് അവനെ ജോലിക്ക് പോകാൻ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നു. ആ സമയത്ത് കാശിയുടെ ഭാര്യ ഡോറ് തുറക്കാതെ തന്നെ കാശി ഇങ്ങനെ പുറത്ത് ജോലിക്ക് പോയതാണെന്ന് പറയുന്നു. അപ്പോൾ കാശി ഇല്ലെന്ന് അറിഞ്ഞതോടെ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് അവൻ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവള് വാതിലിന് പുറത്തേക്ക് കൈ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ മൊന്തയിൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് അവൻ മൊന്തയിൽ പിടിക്കാതെ അവളുടെ കയ്യിൽ പിടിക്കുന്നു. എന്നാൽ അവള് പെട്ടെന്ന് കൈ ഉള്ളിലോട്ട് വലിച്ചിട്ട് വാതിൽ പെട്ടെന്ന് അടയ്ക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ ഒളിച്ചു നിന്ന് കണ്ട കാശിക്ക് വല്ലാതെ ചിരി വരുന്നു. അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവള് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് കാശി ആരും അറിയാതെ വീടിനകത്തോട്ട് കയറുന്നു. എന്നിട്ട് അവൻ വീടിനകത്ത് കയറിയിട്ട് അവിടെയുള്ള കട്ടിലിന്റെ താഴെ ഒളിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നൈറ്റ് ടൈം ആയപ്പോൾ കാശിയുടെ ഭാര്യ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ റൂമിലോട്ട് കയറുകയാണ്. അപ്പോഴാണ് കാശിക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ കട്ടിലിനകത്ത് വേറെ ആരോ കിടപ്പുണ്ടെന്ന്. അപ്പോൾ അതറിഞ്ഞിട്ട് കാശിക്കാണെങ്കിൽ വല്ലാത്ത ഷോക്കിങ്. അങ്ങനെ കാശിയാകെ ഷോക്കായി നിൽക്കുന്ന സമയത്താണ് ഇവള് അയാളുമായിട്ട് റൊമാൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് കാശിയുടെ കാല് അവള് കട്ടിലിന്റെ താഴെ കാണുന്നു. ഉടനെ തന്നെ അവളിപ്പോ സ്കൂട്ടാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് ആ കട്ടിലിൽ കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ എന്റെ ഇൻവിറ്റേഷൻ പ്രകാരം വീട്ടിലോട്ട് വന്നതിന് ഒരുപാട് നന്ദി. ഞാൻ ജോൽസിനെ പോയിട്ട് കണ്ടപ്പോൾ ജോൽസൻ പറഞ്ഞത് എന്റെ ഹസ്ബൻഡിന് ഇപ്പോൾ അങ്ങനെ ദൂരെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റിയ ഒരു നല്ല സമയമല്ല എന്നാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതെന്റെ ഹസ്ബൻഡിന്റെ ജീവന് ആപത്താണ്. ഞാൻ അങ്ങനെ വിധവയാകും. അതുകൊണ്ട് വേറൊരാളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് റൊമാൻസ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഹസ്ബൻഡിന് ദോഷമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ പോകും. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലാതെ ഞാനൊരു മോശമായിട്ടുള്ള സ്ത്രീയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്റെ ഹസ്ബൻഡ് കേൾക്കുന്ന രീതിയിൽ അവൾ ഇയാളുടെ അടുത്ത് പറയുകയാണ്. കാശിയാണെങ്കിൽ ഇപ്പോൾ കട്ടിലിന്റെ താഴെ ഇരുന്നിട്ട് ദൈവമേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആ കട്ടിലിൽ കിടന്ന ആൾ എഴുന്നേറ്റിട്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും ഇപ്പോൾ റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പോൾ പ്രസന്റില് ഈ കഥ കേട്ടിട്ട് നിതിൻ വല്ലാതെ ചിരിക്കാൻ തുടങ്ങുന്നു. ഇത് നല്ല അടിപൊളി കഥയാണ്, ഇത് സിനിമയാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഓടുമെന്നൊക്കെ അയാൾ ഇപ്പോൾ നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ഹീറോ പറയുന്നു, ഇതേപോലെ 3 കഥ ഞാൻ റെഡിയാക്കിയിട്ട് 3 കൂടി കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് എത്ര സമയമാകുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഒരു 1 വീക്ക് എടുക്കുമെന്ന്. അപ്പോൾ കറക്റ്റ് നിതിനൊരു കോൾ വരുന്നു. ആ കോളിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഞാൻ നാളെ കഥ പറയാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ്. അങ്ങനെ ഇപ്പോൾ അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു, നാളെ കഥ പറയാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതുകൊണ്ട് നിനക്ക് കുറച്ച് സമയമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് കഥ റെഡിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം ഹീറോ ബുക്കൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രുചി അങ്ങോട്ട് വരുന്നു. അപ്പോൾ നമ്മളുടെ ഹീറോ ആണെങ്കിൽ വളരെ വിഷമത്തിലാണുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ ചെയ്യണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്റെ അവസ്ഥ കാരണം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യേണ്ടി വന്നല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിലാണ് അവൻ. അപ്പോൾ രുചി അവന്റെ അടുത്ത് പറയുന്നു, നീ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതല്ലേ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ട് ഡയറക്ടർ എന്നൊരു ലേബൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ചെയ്യുന്ന സിനിമകളൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരും. അപ്പോൾ നീ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു സിനിമ നിനക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കും. അങ്ങനെ അവൾ പറയുന്ന സമയത്ത് അവനും അത് കേട്ട് കൺവിൻസ് ആവുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ രണ്ടാമത്തെ കഥ റെഡിയാക്കുന്നു. എന്നിട്ട് നമ്മളുടെ രുചിയെയും കൂട്ടിയിട്ട് അവൻ നിതിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ രണ്ടാമത്തെ കഥ റെഡിയാക്കിയിട്ടുണ്ട്, ഇത് കുറച്ച് പഴയ കാലത്തുള്ള ഒരു കഥയാണ്, അതായത് ഒരു രാജാക്കന്മാരുടെ ആ ഒരു കാലത്തേക്കുള്ള ഒരു കഥയാണെന്ന് പറഞ്ഞിട്ട് അവൻ കഥ പറയാൻ തുടങ്ങുന്നു. അങ്ങനെ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റാണിയെ കാണിക്കുന്നു. റാണിക്ക് ഏകദേശം ഒരു 22-25 ആ ഒരു റേഞ്ചിലുള്ള ഏജ് ആണുള്ളത്. എന്നാൽ രാജാവിനാണെങ്കിൽ 70 വയസ്സുണ്ട്. രാജാവിന് ആ വീട്ടില് രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഇയാൾ എപ്പോഴും രാജാവിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഇയാൾ ഇപ്പോൾ രാജാവിന്റെ പുറമൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ്, നീ എന്റെ പുറത്ത് ശരിക്കും മസാജ് ചെയ്യുകയാണോ അതോ എന്നെ വേദനിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് രാജ് പറയുന്നു, താങ്കളല്ലേ ഈ രാജ്യത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള്, അപ്പൊ താങ്കൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ രാത്രി രാജാവും അതുപോലെ രാജ് എന്ന് പറഞ്ഞ ആ വ്യക്തിയും കൂടി ചേർന്നിട്ട് ചെസ് കളിക്കുകയാണ്. ഈ രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗെയിമാണ് ചെസ് കളി. അപ്പോൾ റാണിയും ചെന്നിട്ട് അടുത്തിരുന്നിട്ട് ഇവരുടെ ഈ ചെസ് കളിയൊക്കെ കാണുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് റാണി പ്രൈവറ്റ് സ്പേസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രാജാവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ഈ രാജാവിനെ കൊണ്ട് റാണിയെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് തമ്മിൽ അത്രയും ഡിഫറൻസ് ഉണ്ടല്ലോ. ഒന്നാമത് രാജാവിന് 70 വയസ്സായി, റാണിക്കാണെങ്കിൽ ചെറിയ 25 വയസ്സ്, ആ ഒരു ഏജൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പോൾ റാണി കുളിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് റാണി ഇങ്ങനെ അവളുടെ വിഷമം പറയുകയാണ്. അതായത് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും അത് കൃത്യമായ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് വെറും വേസ്റ്റ് തന്നെയാണെന്ന്. അപ്പോൾ ആ സ്ത്രീ, എന്നാൽ പിന്നെ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവര് പോയിട്ട് രാജ് എന്ന് പറഞ്ഞ ആ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത ആ വ്യക്തി
വ്യക്തി ഉണ്ടല്ലോ അയാളുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നു റാണിയെ പറ്റിയുള്ള നിന്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അവൻ പറയുന്നു റാണിയെ പറ്റി എന്ത് വിചാരിക്കാൻ, എനിക്ക് റാണിയെ കാണുമ്പോൾ തന്നെ ഭയമാണെന്ന് പറയുന്നു. അപ്പോൾ ആ സ്ത്രീ റാണിയുടെ കണ്ണിൽ നിന്നോടൊരു താല്പര്യമുണ്ട്, അത് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നു. എന്നാൽ രാജ് അതൊന്നും കേൾക്കാതെ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ രാജ് കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ ഒരു സ്വപ്നം കാണുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജാവിന്റെ പല്ലിങ്ങനെ നീണ്ടു വന്നിട്ട് രാജിനെ ഇട്ട് ഇങ്ങനെ ഓടിക്കുന്നതും എന്നിട്ട് അവസാനം ഈ രാജാവിന്റെ പൂച്ച വന്നിട്ട് നമ്മുടെ ഈ രാജിനെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടാണ് അവൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസവും റാണി കുളിക്കാൻ നേരത്ത് ഈ സ്ത്രീയുടെ അടുത്ത് അവളുടെ വിഷമം ഇങ്ങനെ പറയുന്നു. അപ്പോൾ റാണി ഇത്രയും വിഷമം പറയുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും അവളെ സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ വീണ്ടും രാജിനെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ രാജ് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് പറയുന്നു റാണി നിന്റെ മേലെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്, നീ എന്തായാലും അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു ഓക്കെ ശരി ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ കണ്ടീഷൻ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അയാളുടെ ആ പൂച്ചയെ കൊല്ലണമെന്നതായിരുന്നു. അപ്പോൾ 2-3 കണ്ടീഷൻസ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാണി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവ് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂച്ചയ്ക്ക് വിഷം കൊടുത്തിട്ട് അവിടെ വെച്ച് കൊല്ലുന്നു. അപ്പോൾ രാജാവ് പെട്ടെന്ന് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ അവൾ പറയുന്നു നിങ്ങൾ എപ്പോഴും പൂച്ചയെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നോട് കാട്ടേണ്ട സ്നേഹം കൂടി നിങ്ങൾ പൂച്ചയുടെ അടുത്ത് കാട്ടുകയാണല്ലോ, എന്നെ കൊഞ്ചിച്ചൂടെ, എന്നെ നിങ്ങൾക്ക് സ്നേഹിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നൈസായ രീതിയിൽ ആ കാര്യം ഡീൽ ചെയ്യുന്നു. അങ്ങനെ ഒന്നാമത്തെ കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നു രാജാവിന്റെ മുന്നിലുള്ള ആ പല്ലുണ്ടല്ലോ അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ആ പല്ല് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്ത് കളയൂ. അങ്ങനെ അവളിപ്പോൾ രാജാവിന്റെ അടുത്ത് പറയുന്നു നിങ്ങളുടെ ആ ഒരു മുന്നിലുള്ള പല്ല് അത് കേടാണ്, അപ്പോൾ അത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവും. അപ്പോൾ രാജാവ് ചോദിക്കുന്നു അതൊക്കെ ഓക്കെ, പക്ഷെ ഇപ്പോൾ പല്ലെടുത്ത് കളയാൻ പറ്റിയ ആരും ഇവിടെ ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു എനിക്കറിയാം പല്ലൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്, ഞാൻ ചെറിയ കുട്ടികളുടെയൊക്കെ പല്ലൊക്കെ പറിച്ചു കൊടുക്കാറുള്ളതാണെന്ന്. എന്നിട്ട് പിന്നെ രാജാവിന് ഉറങ്ങുന്ന ഒരു മരുന്നൊക്കെ കൊടുത്തിട്ട് രാജാവിനെ മയക്കമാക്കിയിട്ട് അവള് രാജാവിന്റെ ആ ഒരു പല്ല് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം അത് കൊണ്ടുവന്ന് രാജിന്റെ അടുത്ത് കാണിക്കുന്നു. അപ്പോഴാണ് അവൻ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും രാജാവിന്റെ കൺമുന്നിൽ വെച്ചേ ചെയ്യുകയുള്ളൂ, രാജാവിന് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ റാണിയുടെ കൂടെയുള്ള ആ സ്ത്രീ അതിനും ഒരു ഐഡിയ കണ്ടെത്തുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവും റാണിയും കൂടി ഇപ്പൊ പുറത്തു വന്ന് നിൽക്കുന്ന സമയത്ത് രാജ് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ റാണി രാജിന്റെ അടുത്ത് പറയും ആ ഒരു മരത്തിൽ കയറിയിട്ട് ആ ഒരു ഫ്രൂട്ട് പറിക്കാൻ പറയും. അപ്പോൾ ആ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ട് രാജ് മരത്തിന്റെ മേളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുന്ന സമയത്ത് രാജാവും റാണിയും ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ, എന്റെ കണ്ണുകൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ അവൻ മുകളിൽ നിന്ന് പറയുന്നു. അപ്പോൾ റാണി പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് രാജിന്റെ അടുത്ത് പറയുന്നു നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, നീ എന്താ പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പുറത്ത് നിന്ന് റൊമാൻസ് ചെയ്യുകയാണെന്നാണോ നീ പറഞ്ഞത്, നിനക്ക് മരത്തിന്റെ മേലെ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് അവള് രാജാവിന്റെ അടുത്ത് അങ്ങനെയാണെങ്കിൽ രാജാവ് ഒന്ന് മേളിൽ കയറി നോക്ക്, എന്നിട്ട് അങ്ങനെ കാണുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയൂ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാജാവ് മരത്തിലോട്ട് കയറുന്ന സമയത്ത് രാജാവിനാണെങ്കിൽ കയറാൻ കുറെ ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ തന്നെ ഇപ്പോൾ റാണിയും രാജും കൂടി അവിടെ വെച്ചിട്ട് പബ്ലിക് ആയിട്ട് തന്നെ റൊമാൻസ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഫൈനലായിട്ട് രാജാവ് ആ മരത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് താഴോട്ട് നോക്കുന്ന സമയത്ത് ഇവര് രണ്ടുപേരും ഡീപ്പായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവാണെങ്കിൽ നീ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് എഴുന്നേക്ക് പറഞ്ഞിട്ട് രാജാവ് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് രാജ് ചോദിക്കുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ കാണാൻ കഴിഞ്ഞത്? ഇത് തന്നെയാണ് രാജാവെ ഞാനും മുകളിൽ നിന്ന് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അത്ഭുതത്തോടെ അങ്ങനെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മരത്തിനും ഈ ഒരു സ്ഥലത്തിനൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും, ഈ മരത്തിന് എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് റാണിയും അങ്ങനെയാണെങ്കിൽ ഈ മരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി പ്രസന്റിൽ ഈ ഒരു കഥ കേട്ടിട്ട് നിതിൻ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നു ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യം നടക്കൂലേ, എന്തായാലും ഈ ഒരു സ്റ്റോറി അടിപൊളിയായി, നമുക്ക് ഈ ഒരു സ്റ്റോറി എന്തായാലും എടുക്കാം. അതുപോലെ തന്നെ ബാക്കി 2 സ്റ്റോറിയുടെ കാര്യം എന്താണ് അവസ്ഥ? അപ്പോൾ ഹീറോ അതിന് റെഡിയാക്കാനുണ്ടെന്ന് പറയുന്ന സമയത്ത് ഇനി റെഡിയാക്കാനോ, അതിന് ഇനിയിപ്പോൾ എത്ര ടൈം എടുക്കുമെന്നൊക്കെ ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഹീറോ ഒന്ന് ചിന്തിച്ചിട്ട് ജസ്റ്റ് ഒരു 15 മിനിറ്റ് എനിക്ക് തരൂ, അതിനുള്ളിൽ ഞാനിപ്പോൾ ആ കഥ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വാഷ്റൂമിലോട്ട് പോകുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് ചിന്തിച്ചതിന് ശേഷം സ്റ്റോറി റെഡിയായെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കഥ പറയാൻ തുടങ്ങുന്നു. ഈ ഒരു കഥയിൽ മഞ്ജുൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. അയാളിപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് അയാളുടെ ഭാര്യ അയാളെ കോൾ ചെയ്തിട്ട് നിങ്ങളെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരുമെന്ന് പറയുന്നു. അതിനുശേഷം മഞ്ജുൾ പോയിട്ട് ഒരാളെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നു ഞാനും എന്റെ ഭാര്യയും വളരെ ക്ലോസ് ആയിരുന്നു, അവള് എല്ലാ കാര്യങ്ങളും എപ്പോഴും എന്നെ വിളിച്ച് പറയുമായിരുന്നു, പക്ഷെ അവസാനം അവൾ എനിക്കൊരു ദ്രോഹം ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് അത് മഞ്ജുളിനും പേഴ്സണലി ഒന്ന് അഫക്ട് ചെയ്യുന്നു. അതിനുശേഷം അവൻ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ ഭാര്യ അവനോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു, അവന്റെ അടുത്ത് റൊമാൻസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു. പക്ഷെ അവനാണെങ്കിൽ ഇപ്പോൾ ഒരു മൂഡില്ല, ഞാൻ ഭയങ്കര ടയർഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുകയാണ്. അടുത്ത ദിവസം മഞ്ജുൾ പോയിട്ട് തന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് എന്റെ ഭാര്യ മറ്റാരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വെച്ചിട്ട് നമുക്ക് നിന്റെ ഭാര്യയെ ഒന്ന് നിരീക്ഷിച്ചാലോ എന്ന്. അപ്പോൾ മഞ്ജുൾ പറയുന്നു അതൊന്നും വേണ്ട, എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഫ്രണ്ട് പറയുന്നു നിനക്ക് നന്നായിട്ട് മിമിക്രി ഒക്കെ അറിയാവുന്നതല്ലേ, അപ്പൊ നീ തന്നെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് മഞ്ജുളിന് ഒരു ഐഡിയ
ഐഡിയ തോന്നുന്നത്. അങ്ങനെ അവനിപ്പോൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഭാര്യയുടെ അടുത്ത് ഞാനൊന്ന് പുറത്തു പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോകുന്നു. അതുപോലെ തന്നെ ഞാൻ പോകുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് നിനക്ക് ഹെൽപ്പ് ചെയ്യും, ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുള് ഭാര്യയെ അങ്ങോട്ട് അയക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ ആ ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ മഞ്ജുളിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്ന് ഇൻട്രൊഡ്യൂസ് ആകുന്നു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാം ഒക്കെ കാണുന്നു. അതിനുശേഷം അവർ പോയിട്ട് ഒരുമിച്ച് കോഫിയൊക്കെ കുടിക്കുന്നു. ഈ ഫ്രണ്ടിന്റെ പേര് റിയോ എന്നാണ്. അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കാറിൽ വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് കാറിൽ വെച്ചിട്ട് ഇവൻ ഇവളുമായിട്ട് റൊമാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയോന്റെ മൂക്കിന് നോക്കി ഒരു ഒറ്റ ഇടി കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ റിയോ അവിടെ നിന്ന് സ്കൂട്ട് ആവുന്നു. ശരിക്കും ഈ റിയോ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജുള് തന്നെയാണ്. അവൻ തന്നെ വേഷം മാറിയിട്ട് ഇപ്പോൾ റിയോ ആയിട്ട് വന്നിട്ട് ഇവളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. എന്നിട്ട് ഇവള് മഞ്ജുളിനെ ഇൻഫോം ചെയ്യുന്നു ഇവനിങ്ങനെ മോശമായിട്ട് പെരുമാറിയ കാര്യം. ആ സമയത്ത് മഞ്ജുള് പറയുന്നു അവനും എന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചിരുന്നു, എന്തായാലും ഇനി അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് മഞ്ജുള് അവളുടെ അടുത്ത് പറയുന്നു എന്റെ ഒരു ബോസ് വീട്ടിലോട്ട് വരും, അപ്പോൾ അയാൾ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് മേടിച്ചു വെക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവളും ഓക്കെ എന്ന് പറയുന്നു. എന്നിട്ട് മഞ്ജുള് തന്നെ ഒരു ബോസിന്റെ ഗെറ്റപ്പിൽ വീട്ടിലോട്ട് വരുന്നു. എന്നിട്ട് വന്നതിന് ശേഷം ഡോക്യുമെന്റ്സ് ഒക്കെ അവളുടെ അടുത്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് വാഷ്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ വാഷ്റൂമിലോട്ട് കയറുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവളെ കോൾ ചെയ്തിട്ട് മഞ്ജുളായിട്ട് തന്നെ സംസാരിക്കുന്നു. അതായത് അവൻ പറയുന്നു ഇപ്പൊ വന്നിരിക്കുന്ന എന്റെ ബോസ് ആണ്, എന്റെ ഫ്യൂച്ചർ തന്നെ അയാളുടെ അടുത്താണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീ ഒന്ന് ചെയ്തു കൊടുക്കണം, അയാൾക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ വാഷ്റൂമിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവള് പറയുന്നു നിങ്ങളിപ്പോ പോകരുത്, ബോസിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അയാൾ അവളുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ അവളത് വലിയ കാര്യമാക്കില്ല. അവള് പറയുന്നു എന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു, ഞാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എനിക്ക് കയ്യിൽ ഉമ്മ തരുമായിരുന്നു. ഉടനെ തന്നെ ഈ ബോസിന്റെ ഗെറ്റപ്പിലുള്ള മഞ്ജുള് പറയുന്നു നിന്റെ അച്ഛൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് റൊമാൻസ് ചെയ്യാൻ വേണ്ടി വരുന്നു. ആ സമയത്തും അവള് മൂക്കിന് നോക്കി ഒരു ഒറ്റ ഇടി കൊടുക്കുന്നു. പക്ഷെ ഇത്തവണ ഇടി കൊണ്ട സമയത്ത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല, അവൻ നിലവിളിക്കുന്നു. അപ്പോൾ ഇവന്റെ ശബ്ദം കേട്ടിട്ട് മഞ്ജുളാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ വീണ്ടും റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതിനുശേഷം അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നു നീ എന്റെ അടുത്തുള്ള സംശയം കൊണ്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന്. എന്നാൽ മഞ്ജുള് പറയുന്നു അല്ല, എന്റെ ടാലന്റ് നിന്റെ അടുത്ത് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷെ അതൊക്കെ പറഞ്ഞെങ്കിലും അവൾക്കത് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഈ മഞ്ജുളുടെ ഭാര്യ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു ആർട്ടിസ്റ്റ് ഇവളെ കണ്ടിട്ട് നിങ്ങളെ കണ്ടിട്ട് നല്ല മോഡലിനെ പോലെ തന്നെയുണ്ട്, നിങ്ങളെ ഞാനൊന്ന് വരച്ചോട്ടെ, ഞാൻ പറയുന്ന ഈ ഒരു അഡ്രസ്സിലോട്ട് വരാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ ആ അഡ്രസ്സിലോട്ട് ചെല്ലുകയും ആർട്ടിസ്റ്റ് അവിടെ വെച്ച് അവളെ വരയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അയാളെ കൊണ്ട് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ കഴിയില്ലെന്ന് പറയുന്ന സമയത്ത് അവൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ട്, നീയും വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആർട്ടിസ്റ്റിനെയും കൂട്ടിയിട്ട് പുറത്ത് കോഫി കുടിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇപ്പോൾ അവരൊരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് ഈ ആർട്ടിസ്റ്റ് ചോദിക്കുന്നു നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ, എന്താണ് പറ്റിയത്? അപ്പോൾ അവൾ പറയുന്നു എന്റെ ഹസ്ബൻഡിനെ ഞാൻ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു, പക്ഷെ അയാൾക്ക് എപ്പോഴൊക്കെ എന്റെ മേലെ സംശയം വന്നോ അന്ന് തൊട്ട് ആ ഒരു ഇഷ്ടം എനിക്കില്ലാതായി. അങ്ങനെ ഇപ്പോൾ ഇതേ സമയത്ത് മഞ്ജുള് അവന്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും മറ്റൊരു നാട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഇവളുടെ വീട്ടിലോട്ട് വരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് വീട്ടിൽ നിന്ന് പോയ മഞ്ജുളാണെങ്കിൽ അവിടെ ഹെവി റെയിൻ ഒക്കെ കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. ഇവൻ റിട്ടേൺ വരുന്ന കാര്യം ഇവൾക്കറിയില്ലല്ലോ. ഇവളാണെങ്കിൽ ഇവിടെ ഈ ആർട്ടിസ്റ്റിന്റെ കൂടെ ഡീപ്പായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മഞ്ജുൾ അവിടേക്ക് എത്തുമ്പോൾ കറക്റ്റ് സമയത്ത് പവർ കട്ട് ആവുന്നു. അവനാണെങ്കിൽ ഡോർ തുറന്ന് അകത്ത് വന്ന് നോക്കുന്ന സമയത്ത് ഭാര്യയും മറ്റൊരാളും കൂടി അവിടെ കട്ടിൽ കിടന്ന് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനാകെ ഷോക്കായിട്ട് അവളെ വിളിക്കുന്ന സമയത്ത് അവളും ഒന്നും അറിയാത്തതുപോലെ മഞ്ജുൾ നീയോ, അപ്പൊ പിന്നെ ഇവിടെ കിടക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നു എപ്പോഴും നീ ഇങ്ങനെ വേഷം മാറി വരുന്നത് കൊണ്ട് ഇത് നീ വേഷം മാറി വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അപ്പൊ പിന്നെ ഇതാരാണെന്ന് ചോദിക്കുന്നു. മഞ്ജുൾ ആണെങ്കിൽ വല്ലാതെ ഷോക്കിംഗ് ആയി നിൽക്കുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ പ്രസന്റില് ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നിതിൻ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്റ്റോറി കേട്ടിട്ട് രുചി കുറച്ച് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളും പേഴ്സണലി ഇങ്ങനത്തെ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്നിട്ട് അവളിങ്ങനെ പറയുന്നു അവളുടെ ഹസ്ബൻഡിനും ഇതേപോലെ അവളെ സംശയമായിരുന്നു, എന്നിട്ടാണ് അവളുടെ ഹസ്ബൻഡ് അവളെ ഡൈവേഴ്സ് ചെയ്തതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, കുഴപ്പമില്ല ഇപ്പൊ നിനക്ക് എന്തായാലും നല്ലൊരു ലൈഫ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അവൻ അടുത്ത കഥ പറയാൻ തുടങ്ങുന്നു. അതൊരു ബിസിനസ്മാന്റെ കഥയാണ്. ഇയാളൊരു ബിസിനസ്സുകാരുമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷെ മഴ കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നു. തിരിച്ചു വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ ശല്യം സഹിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ റൂമിൽ കയറിയിട്ട് റൂമിലെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ടായിരുന്നത് നന്നായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അയാൾ അവിടെ റൂം സർവീസിന്റെ ആളെ വിളിച്ചിട്ട് ആ ഒരു ലേഡിയുടെ അടുത്ത് തന്നെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ റൂം സർവീസിലുള്ള ഒരു പയ്യൻ ആ ഫോൺ മേടിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവന്റെ അടുത്ത് ഇങ്ങനെ ഒരു പെണ്ണ് വേണമെന്നുള്ള കാര്യം ഇയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. അതിനുശേഷം റൂം സർവീസിലുള്ള ഒരാൾ ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പല കാറ്റഗറിയിലുള്ള ലേഡീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ നല്ലൊരു പെണ്ണിനെ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഈ റൂം സർവീസിലുള്ള ആള് ഒരു 500 രൂപ മേടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഉടനെ ഇയാൾ നല്ലപോലെ കുളിച്ച് പെർഫ്യൂം ഒക്കെ അടിച്ച് പിന്നെ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവര് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ അടുത്ത് ടിപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്ന
സമയത്ത് ഇയാൾ ടിപ്പൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ കോണിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു പറുതയിട്ട ഒരു ലേഡി അങ്ങോട്ട് വരുന്നു. അതിനുശേഷം ആ ലേഡി അകത്തോട്ട് വന്നതിന് ശേഷം അയാൾ ആ ലേഡിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ആ പെണ്ണിന്റെ അടുത്ത് അങ്ങനെ കുറെ സംസാരിച്ച് റൊമാൻസ് ചെയ്യാന്നൊക്കെ ഇയാൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ സംസാരിച്ചിട്ടും ആ പെണ്ണ് ഒരു മറുപടി പോലും പറയുന്നില്ല. അപ്പോൾ ഇയാൾ പറയുന്നു, റൂം സർവീസിലുള്ള ആളുകളെ ഈ വരുന്ന ലേഡി നിങ്ങളെ സ്വർഗം കാണിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചിട്ട് അവളുടെ പറുത ഇങ്ങനെ മാറ്റുന്ന സമയത്താണ് ആ ലേഡി അലറാൻ തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന ലേഡി മറ്റാരും അല്ലായിരുന്നു, ഇയാളുടെ സ്വന്തം ഭാര്യ തന്നെയായിരുന്നു. നിങ്ങൾ എന്നെ വീട്ടിൽ നിർത്തിയിട്ട് ഇവിടെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ കൂത്താടുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അവൾ നേരെ വാഷ്റൂമിലോട്ട് പോകുന്നു. ഇയാളാണെങ്കിൽ പുറത്ത് നിന്നിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും തന്റെ ഹസ്ബൻഡ് ഉള്ള ഹോട്ടൽ കണ്ടുപിടിച്ച് അയാളുള്ള റൂമിലോട്ട് വന്നതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ ആ റൂം സർവീസിലുള്ള ആളെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ക്ലയന്റ് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കാതെയാണോ എന്നെ പറഞ്ഞു വിട്ടത്? എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് തന്നെ എന്നെ പറഞ്ഞു വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു. മര്യാദയ്ക്ക് ക്ലയന്റ് ആരാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ഇനി എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് വളരെ സാഡ് ആയിട്ടുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയത്ത് ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നേരെ റൂം സർവീസിന്റെ അവിടെ പോയിട്ട് 500 രൂപ ഞാൻ തന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് തിരിച്ചു മേടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവന്റെ അടുത്ത് ഇവള് ഭയങ്കര സാഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചു നേരം കരയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവനും അതും ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് രണ്ടുപേരും അവിടെ വെച്ച് റൊമാൻസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കഥ കേട്ടിട്ട് രുചിയും അതുപോലെ പറഞ്ഞിട്ട് ഹീറോയും കൂടി ഭയങ്കരമായിട്ട് ചിരിക്കും. എന്നാൽ നിതിന് ഈ കഥ പേഴ്സണലായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ കഥ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നു. നിതിൻ അതിനുശേഷം വീട്ടിലോട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു. അവിടെ വെച്ച് കട്ടായി നമ്മളുടെ ഹീറോ അടുത്തൊരു കഥ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത കഥയ്ക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. അപ്പോൾ അവിടെ വീട്ടിലോട്ട് രുചി വന്നിട്ട് രുചിയും നമ്മളുടെ ഹീറോയും റൊമാൻസ് ഒക്കെ ചെയ്യുന്നു. ഇനി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അവർ വിചാരിക്കുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ നിതിനെ കാണിക്കുന്നു. അവനാണെങ്കിൽ അവന്റെ ഭാര്യയുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്, അവളെ കുറിച്ച് സംശയമൊക്കെ ആയിട്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നു, നിങ്ങൾ എന്നെയാണോ സംശയിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവളും കരയുന്ന സമയത്ത് അവന് കുറ്റബോധം തോന്നിയിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. നമ്മളുടെ ഹീറോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ 4 കഥകൾ ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണെന്ന്. 4 കഥകളും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെങ്കിലും 4 കഥയുടെയും തീം ഒന്നാണ്. സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.